ഹായ്. ഞങ്ങൾ രാവിലെ തന്നെ ചിറ്റമ്മ എടുത്തോട്ട് പോവാണ്. രാവിലെ ചേട്ടായിമാർ വിളി തുടങ്ങി ചരുവിനെയും കൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട്. കാരണം ചേട്ടായിമാർ ഇന്ന് വൈകിട്ട് തിരിച്ചു പോവും. അപ്പം അതിന് മുമ്പ് കളിക്കാനൊക്കെ ആയിട്ട് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് പോവാണ്. ചാരുവാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ഞാനില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് ചാരു യൂട്യൂബ് ചാനൽ വരുന്നത് തന്നെ, നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ആളാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. പോകുന്ന വഴി കഥകളൊക്കെ പറയുന്നുണ്ട്. അമ്മ ഞാൻ വീഡിയോ എടുത്ത് തരാം, ചേട്ടായിമാരെ വീഡിയോ എടുക്കാമെന്നൊക്കെ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കയറുവാണ്. ഇതാണ് ഞങ്ങൾ ചിറ്റമ്മയുടെ വീട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേട്ടായിമാരെ വിളിച്ചുകൊണ്ടാണ് ആൾ ചെല്ലുന്നത് തന്നെ. അപ്പോൾ ചേട്ടായിമാരിപ്പം വരും എന്നൊക്കെ പറഞ്ഞ് ചേട്ടായിമാർ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ചേട്ടായും ചിറ്റമ്മയൊക്കെ. 2 ചേട്ടായിമാരും ഉണ്ട്. ചേട്ടായിമാർ ഷർട്ടൊന്നും ഇടാതെ നിൽക്കുവാണ്. വീഡിയോ എടുക്കുന്നുള്ള പ്രതീക്ഷയൊന്നും അവന്മാർക്കില്ല. എന്നാലും പിള്ളേർ സെറ്റാണ്. പിള്ളേർ ഹായൊക്കെ തന്നിട്ട് പോയി. ഇത് ഞങ്ങളുടെ പെപ്പെ, ഞങ്ങളുടെ പെറ്റാണ്. ആൾ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര സ്നേഹമാണ്. ഓടി വരികയൊക്കെ ചെയ്യും. ഞാൻ അവനെ കുറച്ച് നേരം ഇരുത്തിയിട്ട് ഞാനങ്ങ് പയ്യെ ഇറങ്ങുവാന്ന് പറഞ്ഞ് പോകുന്നു. കാരണം എനിക്ക് നാളെ ജോലിക്ക് പോകണമല്ലോ. വീട്ടിൽ വന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ പാർക്കിലൊക്കെ പോയതുകൊണ്ട് കുറച്ച് പണിയൊക്കെ പെൻഡിങ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി പണിയൊക്കെ ഒതുക്കിയിട്ട് വൈകിട്ട് ചാരുവിനെ പിക്ക് ചെയ്യാൻ വരാം, മക്കൾ ഇവിടെ നിന്ന് കളിച്ചോ, ചിറ്റമ്മ പോവാന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് പയ്യെ ഇറങ്ങി. അമ്മ പോയിട്ട് വരാനൊക്കെ ചാരു ടാറ്റയൊക്കെ തന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് നടക്കുവാണ്. വരുന്ന വഴിക്കത്തെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ചാരു ഇല്ലല്ലോ. ചാരു ഉണ്ടല്ലേ വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പോലീസുകാരൊക്കെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നത് കണ്ട് കഴിഞ്ഞാൽ പെറ്റി അടിക്കും. അതുകൊണ്ട് ഞാൻ പയ്യെ നടന്ന് വണ്ടി വെച്ചിട്ട് നടന്നിങ്ങി പോരുവാണ്. അങ്ങനെ ഇങ്ങോട്ട് വണ്ടി ഇറങ്ങും. പക്ഷേ കല്ലൊക്കെയാണ്, ഞാൻ അങ്ങനെ ഇറക്കാറില്ല. ഭയങ്കര പാടാണ് ഇറക്കി വരാനായിട്ട്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ വെക്കും. എന്നിട്ട് ഞാനിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കും. ഭയങ്കര വെയിലാണ്. വന്ന പാടെ സിറ്റിയിലോട്ട് അങ്ങ് ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശരി ബൈ, ഞാൻ പോയി കുക്കിംഗ് ഒക്കെ ചെയ്യട്ടെ.